Hi friends, welcome back. 10,000 രൂപ റേഞ്ചിൽ ഒരു നല്ല ഫോൺ വേണം. നല്ല ഡിസൈനുള്ള, നല്ല ക്യാമറയുള്ള, നല്ല സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ഉള്ള, പരസ്യങ്ങളൊന്നും വരാത്ത, ബ്ലൂടൂത്ത് ഇല്ലാത്ത നല്ലൊരു ഫോൺ വേണം, നല്ല ബാറ്ററി ലൈഫ് വേണം, നല്ല ഫാസ്റ്റ് ചാർജിങ് വേണം. ഇതെല്ലാം കൂടി വേണമെന്ന് വിചാരിച്ചാൽ ഒരു നല്ല ബ്രാൻഡിന്റെ ഫോൺ കിട്ടുക ബുദ്ധിമുട്ടാണ്. ഈ റേഞ്ചിലെ കിങ്ങുകൾ എന്ന് പറയപ്പെടുന്ന പല ബ്രാൻഡുകളും കമ്പോണൻസിന്റെ വില കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഫോണുകളുടെ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലും നല്ലൊരു ബ്രാൻഡ് ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഒരുവിധം നന്നായിട്ട് തന്നെ തന്നുകൊണ്ടൊരു ഫോൺ ഇറക്കിയിട്ടുണ്ട്. Moto G22. ഇവര് ഇൻഡസ്ട്രി പിടിച്ചെടുക്കുമെന്ന വാശിയിലാണെന്ന് തോന്നുന്നു. കാരണം ഈ ഫോൺ അതുപോലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഇന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റായിട്ട് ഷെയർ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ അത്രയും നന്നായിട്ടുണ്ടോ ഇതെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്നതാണ് Moto G22 എന്ന ഫോണിന്റെ ബോക്സ്. വേറെ വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ല, വലിയ ബിൽഡപ്പും ഇല്ല. നോർമലായൊരു ബോക്സ്, നോർമലായൊരു പാക്കിംഗ് ആണ്. വലിയ സംഭവമൊന്നും പറയാനില്ല. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫോൺ നമുക്ക് കാണാം. ഇതാണ് Moto G22. കേസ് ഒക്കെ നല്ല ക്വാളിറ്റി കേസ് വരുന്നുണ്ട്. കേസിന്റെ കാര്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. എങ്ങനെയുണ്ട് ഈ ഡിസൈൻ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസൈൻ ആയിട്ടുണ്ട്. ഒരു 10,000 രൂപ താഴെ അല്ലെങ്കിൽ 10,000 രൂപ റേഞ്ചിലെ ഫോണുകളിൽ കാണുന്നതല്ല, അതിനേക്കാൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഫോണുകളിൽ, അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയ പ്രൈസ് റേഞ്ചിലെ ഫോണുകളിൽ കാണുന്ന ഒരു നല്ല ഡിസൈനാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടു തന്നെ മനസ്സിലാക്കാം എങ്ങനെയുണ്ട് ഡിസൈൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഫോൺ ഒഴികെ ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളും സിം ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 20 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിന്റെ ഒരു ചെറിയ ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല് താഴത്തെ സൈഡിൽ. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണുകളും കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. ടോപ്പ് സൈഡിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്. റിയർ സൈഡിൽ 50MP ക്യാമറ, മോട്ടോ ലോഗോ, മോട്ടോറോള ബ്രാൻഡിംഗ്. ഫ്രണ്ടിൽ 6.5 ഇഞ്ച് വരുന്ന HD+ 90 Hz LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഈ പ്രൈസ് റേഞ്ചിലും ഇതിൽ കൂടിയ പ്രൈസ് റേഞ്ചിലും ഈ റേഞ്ചിലെ മിടുക്കന്മാരായ പല ബ്രാൻഡുകളും നോച്ച് ഡിസൈൻ, ആ ഒരു യു നോച്ച്, വി നോച്ച് ഒക്കെയാണ് തരുന്നത്. ബട്ട് ഇവര് ഇവിടെ പഞ്ച് ഹോൾ ക്യാമറ കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് പേർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടമാണെന്ന് ഓൾറെഡി എനിക്കറിയാം. ഒരുപാട് പേര് കമന്റിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. സോ 10,000 രൂപ റേഞ്ചിൽ തന്നെ ഈ ഒരു പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പും തരികയാണ്. അതും 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോണുകളും 8 മെഗാ പിക്സലാണ് ഈ പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത്. ഇവർ 16 മെഗാ പിക്സൽ കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടലി ഒരു നല്ല ഡിസൈനും നല്ല സെറ്റപ്പിലുമാണ് ഈ ഒരു ഫോൺ ഒറ്റ നോട്ടത്തിൽ വരുന്നത്. ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആണ് ഈ ഡിസ്പ്ലേ. 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. HD+ ആണെങ്കിലും അതിൻ്റെതായ ഒരു പോരായ്മയും കാണാനില്ല. വളരെ നല്ല സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഫോണിൽ കിട്ടിയത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു നല്ല ഫോൺ ആയിട്ടുണ്ടെന്ന്. G37 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്, പക്ഷേ ഡിസ്പ്ലേയിൽ നമുക്ക് യാതൊരു ലാഗും കാര്യങ്ങളും വരുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് ആണ് നമുക്ക് ടോട്ടലി കിട്ടുന്നത്. സോ ഒരു നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് ഇതിന്റെ ഡിസ്പ്ലേ തന്നെ നമുക്ക് തരുന്നുണ്ട്. ക്വാളിറ്റി മോശമല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ. HD+ ഡിസ്പ്ലേ ആണെങ്കിലും വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഗുഡ് സെറ്റപ്പിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയാടെക്കിന്റെ G37 എന്ന് പറയുന്ന ഏറ്റവും പുതിയ പ്രൊസസ്സർ, വേൾഡ് ഫസ്റ്റ് എന്ന് പറയാൻ തോന്നുന്നു. ആ പ്രൊസസ്സർ വെച്ചുകൊണ്ട് ഈ ഫോണാണ് ആദ്യമായിട്ട് വരുന്നത്, G37. ഈ ഒരു പ്രൊസസ്സറിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഡിസ്പ്ലേയുടെ സെക്ഷനിൽ പറഞ്ഞില്ലേ, ലാഗ് ഒന്നും വരുന്നില്ല. വളരെ സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഡിസ്പ്ലേ 90 Hz ആണ്, അതിൻ്റെയും ഉണ്ടാവും. പ്ലസ് നല്ല സ്മൂത്തായ ഓവറോൾ എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ തരുന്നത്. ഒരു ലാഗും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് കുറേ ബ്ലൂടൂത്ത് വയേഴ്സ് കുത്തി നിറച്ച് പരസ്യങ്ങളൊക്കെ വരുന്ന ആ വക സംഭവങ്ങളൊന്നുമില്ല. വളരെ നൈസ് ആയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 വരുന്നത്. നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോപ്പിലെ നോട്ടിഫിക്കേഷൻ ഡോകളൊക്കെ നോക്കിയാൽ നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സോ അതും നല്ലൊരു ഘടകമാണ്. 4GB റാം, 64GB സ്റ്റോറേജ് ആണ് ഇതിന് വരുന്നത്. LPDDR4X റാമും eMMC 5.1 സ്റ്റോറേജും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഓവറോൾ നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം. ഇതുപോലെ സബ്വേ സർഫർ പോലുള്ള ഗെയിമുകൾ നൈസായിട്ട് നമുക്ക് ഇതിനകത്ത് കളിക്കാൻ സാധിക്കും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. BGMI പോലുള്ള ഹെവി ഗെയിം ഒന്നും എടുത്തിടരുത്. കാരണം G37 അത്രയും പവർഫുൾ ആയ ഒരു പ്രൊസസ്സർ അല്ല. ബട്ട് നോർമൽ ആയിട്ടുള്ള ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് കളിക്കാം. ഇതല്ലെങ്കിലും ഗെയിമിങ്ങിനല്ല, ഒരു നല്ല ഫോൺ, നല്ല ബ്രാൻഡിന്റെ സാധാരണക്കാരനായ ഒരാൾക്ക് 10,000 രൂപ റേഞ്ചിൽ ഒരു നല്ല ഫോൺ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഫോണാണ്. ബട്ട് എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ക്യാമറ, മെയിൻ ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഇമേജുകളാണ് ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഇത് എങ്ങനെയുണ്ടെന്ന്. പ്ലസ് വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം.
ഓവറോൾ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകളും വീഡിയോസുമാണ് ഡേ ലൈറ്റിൽ കിട്ടുന്നത്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിലും ഇതുപോലെ തരക്കേടില്ലാത്ത ഇമേജുകൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ ഇമേജുകൾ കണ്ടു നോക്കാം, വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് കാണാം. ഓവറോൾ രണ്ടാണെങ്കിലും ഡേ ലൈറ്റിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതിന്റെ ക്യാമറ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നാൻ കാരണം ഇതാണ്. സാമ്പിളുകളിൽ നിന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുള്ള കാര്യം. ബാറ്ററി 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ 20 വാട്ടിന്റെ ചാർജറും തരുന്നുണ്ട്. പിന്നെ ഇതിലെ മറ്റ് ചില കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2x2 മിമോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈ വരുന്നുണ്ട്. വോയിസ് ഓവർ വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ OTG സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളുണ്ട്. ക്യാമറ ടു API ഫുൾ ആണ് വരുന്നത്, ലെവൽ 3 ബട്ട് ഫുൾ ഉണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സാർ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 1.18 ആണ് ഹെഡ് സാർ വാല്യൂ. ബോഡി സാർ വാല്യൂ 1.44 ആണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. വർക്ക് ചെയ്യുന്നുണ്ട്, ഡീസെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വൈബ്രേഷൻ എനിക്ക് ഇൻസ്റ്റാന്റ്ലി കിട്ടുന്നുണ്ട്. ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റും തരുന്നത്. വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇത് മതിയോ എന്നുള്ള കാര്യം. സോ ഓവറോൾ ഇതിന്റെ ഒരു ഡിസൈനും ഡിസ്പ്ലേയും പെർഫോമൻസും ക്യാമറയും ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ എല്ലാ ഘടകങ്ങളും കൂട്ടി പരിഗണിക്കുമ്പോൾ 10,999 ആണ് ഇതിന്റെ പ്രൈസ് എന്നാണ് എൻ്റെ അറിവ്. ഫസ്റ്റ് 2-3 ദിവസത്തേക്ക് ഇത് 9,999 കിട്ടുമെന്ന് തോന്നുന്നു. രണ്ടായാലും ഈ ഫോൺ കൊള്ളാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ BGMI പോലുള്ള വലിയ ഗെയിമുകൾ ഇട്ട് കളിക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാളാണെങ്കിൽ ഈ ഫോൺ നന്നായിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ നോക്കാം. വിശദമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ഒന്നിലധികം റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കി സാറ്റിസ്ഫാക്ഷനായി നിങ്ങൾക്കിത് സെറ്റായിരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടെടുക്കുക. ഞാൻ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് കണ്ണും പൂട്ടിയെടുക്കേണ്ട. മനസ്സിൽ ഉറപ്പിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം പർച്ചേസ് ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല, നന്നായിട്ടുണ്ട് ഈ ഫോൺ. അതാണ് ഈ ഒരു Moto G22 എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു റിവ്യൂ, അല്ലെങ്കിൽ എൻ്റെ ഒരു അൺബോക്സിങ്ങിൻ്റെ ഇനീഷ്യൽ റിവ്യൂ എന്ന് പറയാം. സോ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.